അങ്ങെപ്പോലെൻ ദൈവമേ ആരുള്ളിലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നെൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. സുഭാഷിതം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം വായിക്കുന്നത്, അവൻ ഇരുന്നു പന്തിരുവരെയും വിളിച്ചു. ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും ആകേണമെന്ന് പറഞ്ഞു. ആൻഡ് ഹി സാറ്റ് ഡൗൺ, called the 12 and said to them, If anyone desires to be first, he shall be last of all and the servant of all. യേശു കർത്താവ് ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുവാനുള്ളതിൻ്റെ കാരണം 33 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാം. അവർ യാത്രയ്ക്ക് ശേഷം വീട്ടിൽ വന്ന് വിശ്രമിക്കുകയാകുന്നു. നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്ത് എന്ന് അവരോട് യേശു ചോദിച്ചു. അവർ ആരും ഒന്നും മിണ്ടിയില്ല. അതിൻ്റെ കാരണം തങ്ങളുടെ ഇടയിൽ ആരാണ് വലിയവൻ എന്നായിരുന്നു അവരുടെ വാദം. മനുഷ്യഹൃദയത്തിലെ സകല ചിന്തനങ്ങളും അറിയുന്ന കർത്താവ് വഴിയിൽ വെച്ച് ശിഷ്യന്മാർ സംസാരിച്ചതും വാദിച്ചതുമൊക്കെ കർത്താവിന് അറിയാമായിരുന്നു. പത്രോസും അന്ത്രയോസുമാണല്ലോ യേശുവിൻ്റെ ആദ്യത്തെ ശിഷ്യന്മാർ. പലയിടങ്ങളിലും സീനിയോറിറ്റി ഒരു പ്രധാന സ്ഥാനം തന്നെ വഹിക്കുന്നു. ഞാനാണ് സീനിയർ, ഞാൻ വന്നതിന് ശേഷമാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടന്നതെന്ന് ചിലരെങ്കിലും അഭിപ്രായപ്പെടാറുണ്ട്. സീനിയോറിറ്റി വിഷയമായി വാദിക്കുമ്പോൾ തന്നെ പത്രോസ് ഒരുപക്ഷെ പറഞ്ഞു കാണും, യേശു കർത്താവ് മശികയാണെന്നുള്ള വെളിപ്പാട് എനിക്കാണ് ഉണ്ടായതെന്ന്. അത് അംഗീകരിക്കാൻ ചിലർക്കെങ്കിലും അല്പം പ്രയാസം ഉണ്ടായിരുന്നിരിക്കാം. ഉടനെ ഒരുപക്ഷെ ആരെങ്കിലും പറഞ്ഞിരുന്നിരിക്കാം, യേശു കർത്താവ് ഞങ്ങളെ ആരെയും സാത്താനെ എന്ന് വിളിച്ചിട്ടില്ല, പത്രോസിനെ സാത്താൻ എന്ന് വിളിച്ചതുകൊണ്ട് പത്രോസിന് വലിയവനാകുവാൻ കഴിയുകയില്ല എന്ന്. മറുരൂപ മലയിൽ കയറിയവരാണ് യാക്കോബും യോഹന്നാനും. വലിയവൻ എന്നുള്ള പദവി പത്രോസിന് നിരാകരിക്കുകയാണെങ്കിൽ യാക്കോബിനോ യോഹന്നാനോ അത് ലഭിക്കുവാൻ സാധ്യതയില്ലേ? ഫിലിപ്പോസ് പറഞ്ഞു കാണും, ഞാനാണ് നഥനയേലിനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നതെന്ന്. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ മഹത്വം വിവരിച്ചു കാണും. 12 ശിഷ്യന്മാരുടെയും സ്വഭാവങ്ങൾ നന്നായി അറിയാവുന്ന കർത്താവ് എങ്ങനെയാണ് ഒരുവൻ മുമ്പനാകേണ്ടത് എന്നുള്ളത് പറഞ്ഞുകൊടുത്തു. യേശുവിനെ അനുഗമിക്കുന്നവരുടെ മനോഭാവത്തെ ഈ വാക്യം പലതരത്തിൽ പകർത്തുന്നു. തൻ്റെ ആശയം വ്യക്തമാക്കുന്നതിന് വേണ്ടി യേശു ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തി അണച്ചുകൊണ്ട്, ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെയല്ല എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ പലപ്പോഴും മനുഷ്യ ആദർശങ്ങൾക്ക് വിരുദ്ധമാകുന്നു. തൻ്റെ രാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഒരു എളിയ കുട്ടിയുടെ എളിമയുടെ മനോഭാവം നിലനിർത്തണമെന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുത്തു. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരുടെയും ദാസനായി അവസാന സ്ഥാനം ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മഹത്വത്തിൻ്റെ യഥാർത്ഥ അളവ് സമ്പത്തോ പദവിയോ നേട്ടമോ ഒന്നുമല്ല, പിന്നെയോ സേവനമാകുന്നു. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. പരസ്പരമുള്ള നമ്മുടെ ബന്ധങ്ങളിൽ ക്രിസ്തുയേശുവിൻ്റെ അതേ മനോഭാവമാണ് ഉണ്ടായിരിക്കേണ്ടത്. ശിഷ്യന്മാരുടെ കാൽ കഴുകി യേശു മാതൃക കാട്ടിത്തന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മഹത്വം വെളിപ്പെടുത്താനല്ല, ദൈവത്തെ ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ നമുക്കും ഒന്നാമനായി തന്നെ നിലകൊള്ളുവാൻ സാധിക്കും. ആകയാൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള പിതാവേ, അവിടുന്ന് പഠിപ്പിച്ചതുപോലെ ഒരു ശിശുവിൻ്റെ മനോഭാവത്തോടെ മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനുള്ള ദൈവകൃപ അടിയങ്ങൾക്ക് നൽകണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനം